ഈദ് മുബാറക്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് 2011 മുതൽ 2021 കാലഘട്ടം വരെ കളമശ്ശേരി മണ്ഡലത്തിലെ MLA യും മന്ത്രിയുമായിരുന്ന നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് സാറ് സഞ്ചരിച്ച നാളുവഴികളിലൂടെ ഒരു യാത്ര. ഈ യാത്രയുടെ ഭാഗമായി അദ്ദേഹം ചെയ്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കരുമാലൂർ പഞ്ചായത്തിലെ അദ്ദേഹവുമായി വളരെ അടുത്തിടപഴകിയിരുന്ന സാധാരണക്കാരും സാമൂഹിക മത രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളുമായി നേരിട്ടിടപഴകി അദ്ദേഹത്തിൻ്റെ വികസനങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എ ലെഗസി ഓഫ് VK ഇബ്രാഹിം കുഞ്ഞ്. അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് UC കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയി വിരമിച്ച പ്രൊഫസർ ശ്രീ BT ജോയി അവറുകളാണ്. നമസ്കാരം സാർ. സാറ് ഒരുപാട് വർഷക്കാലമായിട്ട് VK ഇബ്രാഹിം കുഞ്ഞ് സാറിനെ അറിയാം, അല്ലെങ്കിൽ ഏകദേശം എത്ര കാലമായിട്ട് സാറിന് അദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ട്? അദ്ദേഹം MLA ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് മുതലേ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു പാർട്ടി പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ആയിരുന്ന കാലഘട്ടം മുതലേ തന്നെ ഞാൻ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ സാറ് പല പ്രവർത്തകരെയും പല നേതാക്കന്മാരെയും സാറ് കണ്ടിട്ടുണ്ടാവും, സാറ് പഠിപ്പിച്ചിട്ടുണ്ടാകും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് സാറിന് VK ഇബ്രാഹിം കുഞ്ഞ് എന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വ്യത്യസ്തനാക്കുന്നത് എന്തിൽ നിന്നാണ്? ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഒരു പ്രത്യേകത പാവപ്പെട്ടവരുള്ള ഒരു അനുകമ്പ. പല അവസരങ്ങളിലും അദ്ദേഹം ഇങ്ങനെയുള്ള ഈ ദരിദ്രരായ ആളുകളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇദ്ദേഹം മുൻകൈ എടുത്ത് ഇറങ്ങുന്നത് കാണുവാനുള്ള അവസരം നേരിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്നൊക്കെ അദ്ദേഹത്തിൽ കണ്ടിരുന്ന മനുഷ്യത്വത്തിന് ഞാൻ ഏറെ ബഹുമാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, ഒരു സിമ്പിൾ മാൻ. നമ്മളറിയില്ല, സാധാരണക്കാരൻ. അദ്ദേഹം ചെയ്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വികസന പ്രവർത്തനങ്ങൾ വളരെ കാതലായ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തത്. നിർഭാഗ്യവശാൽ അദ്ദേഹം ചെയ്ത വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടത്ര പബ്ലിസിറ്റി കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം പണിത റോഡുകളൊക്കെ ഇപ്പോഴും ഒരു 12-13 വർഷമായിട്ടും ഒരു കേടുകൂടാതെ നടക്കുന്നത്. 12 വർഷമായിട്ട് ഇന്നേ ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ജോലി ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. പ്രസംഗത്തിലല്ല, അദ്ദേഹം പ്രവൃത്തിയിലാണ് വിശ്വസിച്ചിട്ടാണ് എൻ്റെ അഭിപ്രായം. ഇബ്രാഹിമിന് പ്രധാനമായിട്ട് ഞാൻ ഓർക്കുന്ന ഒരു വികസന നായകനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അറിയപ്പെടാതെ കിടക്കുന്ന ഒരു സവിശേഷതയാണത്. കാരണം നിരവധി കാതലായ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് തടിക്കക്കടവ് പാലത്തിൻ്റെ നിർമ്മാണം, പിന്നെ വെളിയത്തനാട്ട് കുടിവെള്ള പദ്ധതികൾ. വെളിയത്തനാട്ടിലെ ജനങ്ങൾ ശുദ്ധവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയിരുന്ന, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കിണറുകളൊക്കെ വറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് സംസാരിക്കുകയും വളരെ അധികം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വികസന നായകനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ സാറിൻ്റെ ഈ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് നന്ദി. എ ട്രിബ്യൂട്ട് ടു VK ഇബ്രാഹിം കുഞ്ഞ് എന്ന ഈ പ്രോഗ്രാം അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഗസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.